മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ മുഗൾ സാമ്രാജ്യത്തിലെ റൂളേഴ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നടത്തി വന്നിരുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജഹാംഗീറിനെ പറ്റിയിട്ടുള്ള മുഗൾ റൂളറായിരുന്ന ജഹാംഗീറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓർഡർ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ എങ്ങനെയാണ് വരിക? ഓർഡർ എന്ന് പറയുന്നത് ഭജസ എന്നുള്ള ഓർഡർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭജസ ഈ ഒരു ഓർഡറിൽ നമ്മൾ ബാബർ കംപ്ലീറ്റ് ചെയ്തു, ഹുമയൂൺ കംപ്ലീറ്റ് ചെയ്തു, അക്ബർ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജഹാംഗീറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ജഹാംഗീർ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് നൂറുദ്ദീൻ മുഹമ്മദ് എന്നാണ് കേട്ടോ. എന്താണ്? നൂറുദ്ദീൻ മുഹമ്മദ്. ഈ ഒരു പേര് അത്രയ്ക്ക് ഫെമിലിയർ ആയിരിക്കത്തില്ല, പക്ഷേ എന്നാലും അദ്ദേഹം രാജകുമാരനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സലിം രാജകുമാരൻ എന്നാണ്. ഈ ഒരു ചോദ്യം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സലീം രാജകുമാരൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജഹാംഗീറാണ്. ഈ ജഹാംഗീറിൻ്റെ ഭരണ കാലഘട്ടം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1605 മുതൽ 1627 വരെയുള്ള കാലഘട്ടമാണ്. ഒരിക്കലും ഇതുപോലൊരു ഇയർ നിങ്ങളുടെ അടുത്ത് എക്സാമിനേഷന് ചോദിക്കത്തില്ല. ഇയർ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു ലാൻഡ് മാർക്ക് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ടൈം പീരീഡ് നടക്കുമ്പോഴേക്കും നമുക്ക് മേ ബി ചില ഓപ്ഷൻസൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ടൈം പീരീഡ് അറിഞ്ഞിരിക്കുന്നത് സഹായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു വന്നത് കേട്ടോ. ഈ ജഹാംഗീർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺക്വറർ ഓഫ് ദി വേൾഡ് എന്നാണ് കേട്ടോ. കോൺക്വറർ ഓഫ് ദി വേൾഡ്, ലോക ജേതാവ് എന്നുള്ള അർത്ഥം വരുന്ന പേരാണ് ജഹാംഗീർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചിത്രകാരനായിരുന്നു കേട്ടോ. ചിത്രകാരനായിട്ടുള്ള മുഗൾ ചക്രവർത്തി ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് മുഗൾ ചിത്രകല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരമോന്നതിയിൽ എത്തിയതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്. ഒരുപാടധികം മുഗൾ ചിത്രകലയ്ക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ദെൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം വളരെ പണ്ഡിതനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ പണ്ഡിതനായിരുന്നെങ്കിൽ കൂടിയിട്ടും അദ്ദേഹത്തിന് ഒരു ദുശ്ശീലമുണ്ടായിരുന്നു. അദ്ദേഹം മദ്യപാനിയായിരുന്നു. അപ്പം മറ്റുള്ള റൂളേഴ്സൊക്കെ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് മദ്യപാനം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഭരണകാര്യങ്ങളിൽ മറ്റുള്ളവരെക്കാട്ടിലും അക്ബറിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് മികവ് കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയുടെ പേരെന്ന് പറയുന്നത് നൂർ ജഹാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നൂർ ജഹാൻ എന്നാണ്. ലോകത്തിൻ്റെ വെളിച്ചം എന്നെല്ലാമാണ് ഈ നൂർ ജഹാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഇദ്ദേഹം കാര്യം മദ്യപാനി ആയിരുന്നെങ്കിലും ഇദ്ദേഹം കൊട്ടാരത്തിൽ പുകവലി നിരോധിച്ചു കേട്ടോ. കൊട്ടാരത്തിൽ പുകവലി നിരോധിച്ച മുഗൾ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജഹാംഗീറാണ്. ഓക്കെ, അപ്പം പുകവലി കൊട്ടാരത്തിൽ നിരോധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമയത്ത് നടപ്പിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നീതിച്ചങ്ങൽ അഥവാ ജസ്റ്റിസ് ചെയിൻ എന്ന് പറയുന്നത് രാജാവിനെ കണ്ടിട്ട് ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്ക് പോലും ജസ്റ്റ് ഒരു ബെല്ല് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാതി നേരിട്ട് എന്ന് ബോധിപ്പിക്കാൻ അത്രയും ജനങ്ങൾക്ക് അത്രയും ഫ്രീഡം അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതുപോലെ ഇദ്ദേഹം ഞാൻ പറഞ്ഞു 2 മുഗൾ ചക്രവർത്തിമാരാണ് സ്വന്തമായി ആത്മകഥ രചിച്ചിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ബാബറാണ് അല്ലേ. തുസുക്കി ബാബരി നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ആത്മകഥ രചിച്ച 2ാമത്തെ മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ജഹാംഗീറാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്ന് പറയുന്നത് തുസുക് ഇ ജഹാംഗീറി എന്നാണ് കേട്ടോ. തുസുക് ഇ ജഹാംഗീറി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്ന് പറയുന്നത്. ഓക്കെ, then ഇദ്ദേഹത്തിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട മറ്റ് കുറച്ച് നിർമ്മിതികളെ പറ്റിയിട്ട് നോക്കാം. നിർമ്മിതികൾ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് നിർമ്മിതികൾ ഇദ്ദേഹത്തിൻ്റെ സമയത്തുണ്ട്. അതായത് ഇദ്ദേഹവുമായിട്ടും അതിന് നെക്സ്റ്റ് വരുന്ന ഷാജഹാനുമായിട്ട് കുറച്ച് സെയിം നെയിമാണ്, പക്ഷേ ഡിഫറൻറ്റ് സ്ഥലത്താണ് പല കൺസ്ട്രക്ഷൻസും ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കാം. കാശ്മീരിൽ പൂന്തോട്ടങ്ങൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാന്ത് അതുപോലെ ഷാലിമാർ, ഈ 2 പേരിലുള്ള പൂന്തോട്ടങ്ങൾ കാശ്മീരിൽ പണികഴിപ്പിച്ചത് ജഹാംഗീറാണ്. ഈ ഷാലിമാർ പൂന്തോട്ടങ്ങൾ ഷാജഹാനും പണികഴിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പക്ഷേ ലാഹോറിലാണ് കേട്ടോ. ഇത് കാശ്മീരിലാണ്. ഇദ്ദേഹം പണികഴിപ്പിച്ചത് കാശ്മീരിലാണ്. നിഷാന്ത് അതുപോലെ തന്നെ ഷാലിമാർ പൂന്തോട്ടങ്ങൾ കാശ്മീരിൽ പണികഴിപ്പിച്ചതാണ് ആര്? ജഹാംഗീർ. ഷാലിമാർ പൂന്തോട്ടം ലാഹോറിൽ പണികഴിപ്പിച്ചത് ആരാണ്? ഷാജഹാനാണ്. ഓക്കെ, അതുപോലെ തന്നെ കൺഫ്യൂഷൻ ആവുന്ന മറ്റൊരു കാര്യമുണ്ട്, മോട്ടി മസ്ജിദ്. ഈ മോട്ടി മസ്ജിദ് എന്ന് പറയുന്നത് ഷാജഹാനും നിർമ്മിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ജഹാംഗീറും നിർമ്മിച്ചിട്ടുണ്ട്. ജഹാംഗീർ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് എവിടെയാണ്? ലാഹോറിലാണ് കേട്ടോ. ജഹാംഗീർ നിർമ്മിച്ചത് ലാഹോറിലാണ്.
എന്നാൽ ഡൽഹിയിൽ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാനാണ് കേട്ടോ. ആ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, ദെൻ അടുത്ത ജഹാംഗീറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീരിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ചത് ജഹാംഗീറാണ്. ഈ ഒരു കോട്ട് പല പ്രാവശ്യം പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ചത് ആരാണ്? കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീറാണ് കേട്ടോ. കാരണം മുഗൾ ചക്രവർത്തിനെ എടുത്തു പറയാൻ കാരണം നെഹ്റുവും കാശ്മീരിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്ത ഇംഗ്ലീഷ് സഞ്ചാരിയാണ് പീറ്റർ മാൻഡി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? പീറ്റർ മാൻഡി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്ത ഇംഗ്ലീഷ് സഞ്ചാരിയാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ സമയത്ത് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ സമയത്ത് ഇംഗ്ലീഷിൽ ജെയിംസ് ഫസ്റ്റ് അന്നത്തെ ഭരണാധികാരിയായിരുന്നു, ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്നു ജെയിംസ് ഫസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്ബറിൻ്റെ സമയത്ത് പറഞ്ഞതാണ് എലിസബത്ത് രാജ്ഞിയാണ് അക്ബറിൻ്റെ കണ്ടംപററി ആയിട്ട് വരുന്നത്. ഇവിടെ ജഹാംഗീറിൻ്റെ കണ്ടംപററി ആയിട്ട് വരുന്നത് ജെയിംസ് ഫസ്റ്റ് ആണ്. ജെയിംസ് ഫസ്റ്റിൻ്റെ പ്രതിനിധികളായിട്ട് രണ്ട് വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്. ആദ്യത്തെ വരുന്നതെന്ന് പറയുന്നത് 1609 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് കച്ചവട ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കോർട്ടിൽ വിസിറ്റ് ചെയ്തു. പക്ഷേ ഇദ്ദേഹവുമായിട്ട് നടന്ന ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസുമായിട്ട് നടന്ന ചർച്ച എന്ന് പറയുന്നത് ആ നെഗോസിയേഷൻ എന്ന് പറയുന്നത് അത്ര ഫെയിലിയർ ആയിരുന്നു. അതിൽ സക്സസ് ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം അടുത്ത പ്രതിനിധിനെ വിട്ടു. 1615 അടുത്ത പ്രതിനിധി വരാണ്. അത് തോമസ് റേ ആണ് കേട്ടോ. തോമസ് റോയ് ആണ് വരുന്നത്. ഫസ്റ്റ് പ്രതിനിധി ആരായിരുന്നു? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആയിരുന്നു കേട്ടോ. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആയിരുന്നു ഫസ്റ്റ് പ്രതിനിധി പറയുന്നത്. സെക്കൻഡ് വരുന്നത് തോമസ് റോ ആണ്. തോമസ് റോയുമായിട്ടുള്ള ആ ഒരു നെഗോസിയേഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഇംഗ്ലീഷുകാർക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നതിന് അനുമതി ലഭിക്കുകയാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തിൽ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള അനുമതി കിട്ടുകയാണ്. അങ്ങനെ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി എന്ന് പറയുന്നത് സെറ്റപ്പ് ചെയ്യുന്നത് സൂററ്റിലാണ്. അത് ആരുടെ സമയത്താണ്? ഏത് മുഗൾ ചക്രവർത്തിയുടെ സമയത്താണ്? ജഹാംഗീറിൻ്റെ സമയത്താണ്. ഓർത്തു വയ്ക്കുക, ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1627 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജഹാംഗീർ മരിക്കുന്നത്. അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ലാഹോറിലാണ് കേട്ടോ. അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ലാഹോറിലാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്നൊരു വേഴ്സായിട്ടുള്ള ഒരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇവിടുത്തെ രാജാക്കന്മാരുമായിട്ടൊരു എന്താ പറയുക, ഒരു ജഹാംഗീറിൻ്റെ സമയത്ത് ചെറിയൊരു വഴക്ക് പോലെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പോലെ വരാൻ കാരണമെന്ന് പറയുന്നത് 5ാമത്തെ സിഖ് ഗുരുവായിരുന്ന ഗുരു അർജൻ ദേവിനെ ഇദ്ദേഹം കൊലപ്പെടുത്തി കേട്ടോ. ജഹാംഗീറിൻ്റെ സമയത്ത് ഗുരു അർജൻ ദേവിനെ കൊലപ്പെടുത്തി. അതെന്ന് പറയുന്നത് അവർ തമ്മിലൊരു രസചേർച്ചയില്ലായ്മയ്ക്ക് കാരണമായി. അപ്പോൾ ഇത്രയുമാണ് ജഹാംഗീറിൻ്റെ സമയത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഷാജഹാനുമായിട്ട് ബന്ധപ്പെട്ടതും ഔറംഗസീബുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ സിഖ് ഗുരുക്കന്മാരെ പറ്റിയിട്ടുമുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിനു മുമ്പ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.